ഇപ്പോൾ കറൻസി തന്നെ നന്നായിട്ട് കുറഞ്ഞു. അതെ, ഇപ്പം ഗോൾഡ് എന്ന് പറയുന്നത് വലിയൊരു കറൻസിയാണ്. അതെ, പല ഇല്ലീഗൽ ബിസിനസ്സിനും യൂസ് ചെയ്യുന്ന കറൻസിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് മോണിറ്ററിങ് ശക്തമാക്കിയാൽ കൊണ്ടുവരാൻ പറ്റും. അത് ഗവൺമെൻറ് തീരുമാനിക്കണം. വാറണ്ടി ഇപ്പം ഞങ്ങൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. 1 ഇയർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇൻഷുറൻസ് തെഫ്റ്റ് ഇൻഷുറൻസ് ഏത് ബിസിനസ് ചെയ്താലും അതിൽ നിന്ന് വരുന്ന 5% പ്രോഫിറ്റ് ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകും. ഈ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയാൻ പറ്റും. നമുക്ക് റിഫൈനറി പ്രൊഡക്ഷനുകൾ അങ്ങനെ പിന്നീന്ന് വന്ന് പ്രൊഡക്ഷൻ വന്ന് റീറ്റെയിൽ നിങ്ങളായിട്ട് അലൈൻഡ് ആയിട്ട് കിടക്കുന്ന വേറെ ബിസിനസ് ഉണ്ട്, ഗോൾഡ് ലോൺസ്. അതിന് വല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ട് അതിലേക്ക് പോകാൻ? ഇല്ല, ലോൺ ഞങ്ങളെ താല്പര്യമില്ല. ഫിനാൻസ് അത് വേറെ ഫിനാൻസായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഒരിക്കലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഗിഫ്റ്റ് ആർട്ടിക്കിളാണ്. ഞാൻ വലിയ നല്ല നല്ല മുഹൂർത്തങ്ങൾക്ക് ഞാൻ പറഞ്ഞു സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ജീവിതത്തിലെ നല്ല മുഹൂർത്തങ്ങൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിംഗ് ആണ്. ലവ് ആൻഡ് അഫേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. അവിടെ കൊടുക്കുന്ന ഗിഫ്റ്റിംഗ് അത് ഗോൾഡും ഡയമണ്ടും ആണ്. അത് പ്യൂരിറ്റിയോട് കൂടി കൊടുക്കുക, അതിൻ്റെ ലൈഫ് ലോങ് അതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റെടുക്കുക, ബൈബാക്ക് സിസ്റ്റം കൊടുക്കുക. ഇത് വേൾഡ് മൊത്തം കൊണ്ടുപോകാൻ ഞങ്ങളുടെ ടാർഗറ്റ്. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജ്വല്ലേഴ്സും സെയിം പ്രൈസിലാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഇരുന്നത്. അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ട പ്രോഫിറ്റ്. 1 ഇന്ത്യ 1 ഗോൾഡ് റേറ്റ് അല്ല, നിങ്ങളുടെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ബാക്കിയുള്ള ജ്വല്ലേഴ്സൊക്കെ ഇപ്പോൾ ദുബായിൽ ഒരു ഗോൾഡൻ ജ്വല്ലറി ഗ്രൂപ്പ് ഉണ്ട്, ഞാനവിടെ വർക്ക് ചെയ്യുന്നത്. അതെ, അപ്പോൾ ആ ഗ്രൂപ്പ് പറയുന്ന പ്രൈസിലാണല്ലോ അവർ വിൽക്കുക. നിങ്ങൾക്ക് അറിയാലോ അവിടെ നിങ്ങളുടെ ഞങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ അസോസിയേഷൻ ലീഡറിൽ ഒരാളാണ് ദുബായിൽ, ഷംലാൽ മകൻ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. ഒരുപാട് ആൾക്കാർ വിവിധ വിലകൾ തീരുമാനിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു യൂണിഫോം വിലയില്ല. വിലയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് 1 ഇന്ത്യ 1 റേറ്റ് നിങ്ങളുടെ ജ്വല്ലറികളിൽ മലബാർ ഗോൾഡിൽ മാത്രം വേൾഡ് ഇന്ത്യ ഓൾ ഇന്ത്യയിൽ 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിന് വലിയ ഞാൻ ഈ പറഞ്ഞ മാതിരി ബാങ്കിൽ നിന്ന് വാങ്ങുന്നതിലും 1% മാർജിൻ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ബോർഡ് റേറ്റ് തീരുമാനിച്ചു. ആ തീരുമാനം ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. കേരള ബേസ് ഉണ്ടായിരുന്ന ജോയ ലൂക്കാസ് ആയാലും ഫാഷൻ കല്യാണമായാലും ഒരുപാട് ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പല സ്റ്റേറ്റിലും പല ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട്. തമിഴ്നാടുകളിലെ ജ്വല്ലറിയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ മൊത്തം ഒരൊറ്റ വില ആയിരിക്കുക. അത് ഗവൺമെൻറ്റാണ് ശരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതെ, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിങ്ങും വേണമല്ലോ. ഗ്രൂപ്പിങ്ങും വേണം. അപ്പോൾ ഞങ്ങളത് അങ്ങനെ 1 ഇന്ത്യ 1 ഗോൾഡ് റേറ്റ് ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് കസ്റ്റമറെ സംബന്ധിച്ച ട്രസ്റ്റാണ്. എവിടെ പോയാലും ഒരു വിലയാണ്. പിന്നെ മേക്കിംഗ് ചാർജ് വാങ്ങിക്കാമല്ലോ. അപ്പം നമുക്ക് ഇന്ത്യയിൽ മൊത്തം ഒരു വിലയാക്കി. പണ്ട് കേരളത്തിലൊരു വില, കർണാടകയിൽ വേറൊരു വില, തമിഴ്നാട്ടിൽ വേറൊരു വില, ആ ഒരു സിസ്റ്റം മാറി. അപ്പോൾ ഗോൾഡ് മെറ്റൽ പ്രൈസ് ബേസിക് പ്രൈസ് എന്ന് പറയുന്നത് ജോയ ലുക്കാസിലെ കല്യാണിൽ നിങ്ങളുടെയൊക്കെ ഡിഫറെൻ്റ് ആവാം. ഒറ്റ വിലയാണ് ഇപ്പോൾ ഒരു വിലയാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഒറ്റ കല്യാണം ഗ്രൂപ്പിങ്ങിന്റെ പേരെന്താണ്? അങ്ങനെ പ്രത്യേക പേരൊന്നും അങ്ങനെ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് നിങ്ങൾ? അതുകൊണ്ടൊന്നും വലിയ കാര്യം. ഞങ്ങൾ പരസ്പരം ധാരണ ഉണ്ട്. ഇപ്പം ഞങ്ങളെ കേരള ജ്വല്ലർ അസോസിയേഷൻ ഉണ്ട്, അവരും കൂടി ചേർന്നുകൊണ്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അവർ കൂടി ചേർന്നുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഓൾ ഇന്ത്യ ലെവലിൽ ഒന്നായിട്ട് വരുന്നു. ഓക്കെ, നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന നിർബന്ധമുണ്ടോ പ്രൈസ് ഗോൾഡ്? എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള എല്ലാ നിർബന്ധമുണ്ടല്ലോ. ഗവൺമെന്റ് മാത്രമല്ല, ഞങ്ങളുടെ സൈറ്റിൽ പോയി നോക്കിയാൽ എല്ലാ ജ്വല്ലേഴ്സിനും അവർ ഓൺലൈൻ സൈറ്റിൽ പോയാലും കിട്ടാൻ പറ്റും. ഇത് നിങ്ങൾ ബില്ലിംഗ് ഇല്ലാത്ത സ്വർണ്ണ വിൽപ്പനയുണ്ട് ഇവിടെ, അൺഓർഗനൈസ്ഡ് സെക്ടറുണ്ട്. ഇതിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട്, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ ശരിയായിട്ടുള്ള ബിസിനസ് നടത്തുന്ന ഗ്രൂപ്പിങ്ങിനെ ഗവൺമെന്റ് റെപ്രസെന്റേഷൻ ഞങ്ങൾ ബോധവൽക്കരിക്കുക എന്നുള്ളവർക്ക് കണ്ടമാനം പരസ്യം കൊടുത്തിട്ടുണ്ട്. അതോറിറ്റി ഗവൺമെന്റ് അല്ലേ? അല്ല, ഗവൺമെന്റ് റെപ്രസെന്റേഷൻ കൊടുക്കുന്ന ഒരുപാട് വർഷങ്ങളായി. കൊടുക്കേണ്ടത് നിങ്ങൾ എല്ലാ കൊല്ലവും കൊടുക്കുന്നുണ്ട്. ഈ വർഷവും കൊടുക്കുന്നുണ്ട്. ധനകാര്യമന്ത്രിമാർക്ക് സെൻട്രലിൽ കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റുകളിൽ കൊടുക്കുന്നുണ്ട്, എല്ലാ സ്ഥലത്തും കൊടുക്കും. അത് ശരി, നമുക്ക് നന്നാക്കാം. നിങ്ങൾക്ക് താല്പര്യമില്ല? അതിൽ താല്പര്യമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ പ്രാക്ടിക്കലാവുന്നില്ല. പ്രാക്ടിക്കൽ ആവേണ്ടിക്കുണ്ടെങ്കിൽ ഒരുപാട് കംപ്ലീറ്റ് ഒരു ഗവേണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി. അത് കൊണ്ടുവരാം. ഏറ്റവും നന്നായി പറ്റില്ല എന്നല്ല, പല സ്ഥലത്തും പറ്റുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ ഗവേണിംഗ് സിസ്റ്റം കൊണ്ടുവരണം. ഇപ്പം കറൻസി തന്നെ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പം ഗോൾഡ് എന്ന് പറയുന്നത് വലിയൊരു കറൻസിയാണ്. പല ഇല്ലീഗൽ ബിസിനസ്സിനും യൂസ് ചെയ്യുന്ന കറൻസിയാണ്. ഇപ്പോൾ ഗവൺമെൻറ് മോണിറ്ററിങ് ശക്തമാക്കിയാൽ കൊണ്ടുവരാൻ പറ്റും. അത് ഗവൺമെൻറ് തീരുമാനിക്കണം.
അല്ല, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻകം സോഴ്സായി മാറുമ്പോൾ അവർ ചെയ്യണില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ പലർക്കും. അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ നമുക്ക് പറയാനുള്ള യാതൊരു തെളിവുകളും ഞങ്ങളില്ല. ഇല്ല. അപ്പം ഗവൺമെൻറ് ഇത് ചെയ്യണം എന്നുള്ള അഭിപ്രായം എപ്പോഴും പറയാറുണ്ട്. ഗവൺമെൻറ് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് നിങ്ങൾക്ക് വല്ല ഹെൽപ്പും കൊടുക്കാൻ പറ്റില്ല അതിലൊക്കെ ഇല്ലേ? ഞങ്ങൾ ഒരുപാട് മെമ്മോറാണ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്, തനിഷ്കിനെ വിളിച്ചിട്ടുണ്ട്, പലരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്ന ഈ കൺസൾട്ടൻസീസ് മുഖാന്തരം തന്നെ ഒരുപാട് മെമ്മോറാണ്ടങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പായിട്ട് ശരിയാവും. വളരെ ഒരു വാൾ ഫൂട്ടിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നിങ്ങൾക്ക് ഉണ്ടാവുന്ന മെച്ചമായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് കുറച്ചൊരു അക്കൗണ്ടിങ്ങിലേക്ക് കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലക്ഷണം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മാതിരിയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ജ്വല്ലറി ഗ്രൂപ്പ്സ് എല്ലാവരും ബിൽഡ് എല്ലാവരും എസ്റ്റാബ്ലിഷ് ആയിട്ട് പല കടകൾ, കാരണം പല സ്ഥലത്തും പലരും ഇരിക്കുന്നു. അതെ. അക്കൗണ്ടിങ് സിസ്റ്റം പെർഫെക്റ്റ് ആകുന്ന അവിടെ അവർക്ക് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ. കുറച്ചൊക്കെ സർക്കസ് എവിടെയെങ്കിലുമൊക്കെ കണ്ടേക്കാം, പേഴ്സണലായിട്ട് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരധികവും അതിന് തന്നെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പോൾ അതൊരു പ്രോപ്പർ സിസ്റ്റം വരട്ടെ. നിങ്ങൾക്കുള്ള മെച്ചത്തിനേക്കാൾ കൂടുതൽ എന്നെ പോലെ ഇൻഡിവിജ്വൽസിന് ഗവൺമെൻറ് ഭാഗമായിട്ട് കിട്ടും. ഗവൺമെൻറ് കിട്ടുമ്പോൾ എനിക്കും കിട്ടണമല്ലോ. ഗവൺമെൻറ് കിട്ടുമ്പോൾ രാജ്യത്തിന് കിട്ടും. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് കൂടി ടാക്സ് ആയിട്ട് ഗവൺമെൻറ് കടം കുറയും. അപ്പോൾ ഗവൺമെൻറ്റാണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്. അപ്പോൾ അവർക്കുള്ള ഒരു പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിക്കുന്ന ഓർണമെൻറ്റ്സിന് ഗ്യാരണ്ടി വരുന്നു. വാറണ്ടി. ഇപ്പം ഞങ്ങൾ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. 1 year ഇൻഷുറൻസ് കൊടുക്കുന്നത്. എന്തിനുള്ള ഇൻഷുറൻസ് നിങ്ങൾ കൊടുക്കണം? തെഫ്റ്റ് ഇൻഷുറൻസ്. പോയി പോയാലൊക്കെ 1 year കേസ്. ഏത് തരം തെഫ്റ്റ് നിങ്ങൾ അതിൽ FIR ഇട്ട് പിന്നെ പോലീസാണ് നോക്കിയിട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പോലീസ് ആയിക്കോളും. പിന്നെ അത് ഏത് ഇൻഷുറൻസ് കമ്പനി ആയിട്ട് നിങ്ങളുടെ ടൈപ്പ്? അതിന് ഞങ്ങളൊരു ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു കമ്പനി ആയിട്ടുള്ളൂ? അല്ല, ഒരു കമ്പനി 2 കമ്പനി ആയിട്ടുണ്ട്. ന്യൂ ഇന്ത്യ അതെന്ന് ഇക്കൊല്ലം തുടങ്ങിയതാണ്? അല്ലല്ല, ഞങ്ങൾ വർഷങ്ങളായിട്ട്. അത് വേറെ വല്ല ജ്വല്ലറി ഷോപ്സിന് നിങ്ങൾക്ക് മാത്രമുള്ള? ഞങ്ങളത് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് എല്ലാ ജ്വല്ലറിക്കും 1 year തെഫ്റ്റ്. അത് മേടിച്ചുടനെ തന്നെ കളവ് പോയി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഞങ്ങളടുത്ത് വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കും. അതിന് ചെറിയൊരു മാർജിൻ അടയ്ക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ 5 വർഷം ഓരോ വർഷം കൊണ്ടുവന്ന് സെയിം ജ്വല്ലറിക്ക് പുതുക്കുക. ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ബിൽഡിംഗ് ഒക്കെ എത്രയൊക്കെ പ്രീമിയം വരുന്നുണ്ട് ഓറിയന്റൽ? വളരെ ചെറിയ നിങ്ങൾക്കുള്ള പ്രീമിയം അത് നിങ്ങൾ കളക്ട് ചെയ്തു? 0.1 ഞങ്ങൾ ഫ്രീ ആണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തോളൂ. നിങ്ങൾ അതിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കും ഫസ്റ്റ് ഇയർ. കണ്ടിന്യൂസ് ആണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പ്രീമിയം. അത് എത്ര വരും? അത് 0.1% ഒക്കെ വരിക. വില എത്ര വരുന്നുള്ളൂ? വളരെ മൈല്യൂട്ട്. കമ്പനി എത്ര പ്രീമിയം വാങ്ങിക്കേണ്ടതിന്? വലിയ അത്ര തന്നെ അത്ര. അത് ഞങ്ങൾ കസ്റ്റമർ സർവീസ് അതിനെ കാണുന്നുള്ളൂ. ശരി. നിങ്ങളുടെ CSR കാരണം ഞങ്ങളത് വലിയ വോളിയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇവർ തെഫ്റ്റ് പോകുന്നത് വളരെ മൈല്യൂട്ടുള്ളൂ. അതെ. പക്ഷേ ഇൻഷുറൻസ് കമ്പനിക്ക് എപ്പോഴും ലാഭം. ഫോൾസ് തെഫ്റ്റുകൾ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഫോൾസ് തെഫ്റ്റുകൾ കസ്റ്റമർ ഒരുപാടല്ലേ കസ്റ്റമർ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊണ്ട് കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് ഇൻഷൂർഡ് ആണ് ഞങ്ങളെല്ലാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറെ കാര്യം, ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ബേസ് വലുതാക്കാന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ ജ്വല്ലേഴ്സിനും കൂടി ചെയ്യാമല്ലോ. അതില്ലേ ചെയ്യാം. ഞങ്ങളുടെ തന്നെ വലിയൊരു വോളിയുണ്ട്. അല്ല, അത് വരുമ്പോൾ ഇതിൻ്റെ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ തന്നെ ഒരുപാട് ഷോറൂമുകളുണ്ട്. ഇത് തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ജോയാലുക്കാസായിട്ട് കല്യാണം എല്ലാവരും കൂടി ആലോചിക്കുന്നത് ഇത് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ആലോചന വന്നിട്ടില്ല. ആലോചിക്കാവുന്നതാണ് അല്ലേ? ആലോചിക്കാവുന്നതാണ്. CSRൽ മലബാർ വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത് പറഞ്ഞു കേട്ടു. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഞങ്ങളെ ബിസിനസ് പ്രോഫിറ്റിൻ്റെ 5% 1998 ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കി, ചാരിറ്റബിൾ ട്രസ്റ്റ്. അന്ന് മുതൽ അതിൻ്റെ ഒരു ബിസിനസ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ലാഭത്തിൻ്റെ 5% ഞങ്ങൾ തുടക്കം മുതൽ മാറ്റി വെച്ചു. മാൻഡേറ്ററിൽ എത്ര വേണം? 5%? 2% മതി. ഓക്കെ. മാൻഡേറ്ററി ഡബിളിന് കൂടുതൽ ചെയ്യുന്നുണ്ട്. ഡബിൾ അത് ഞങ്ങൾ 5% മാറ്റി വെച്ചുകൊണ്ട് അത് മാൻഡേറ്ററി വന്നത് 19 ഓക്കെ. അതിന് ഫാർ ബിഫോർ നിങ്ങൾ ചെയ്തിട്ടുണ്ട്? 10 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. CSR എന്ന പേരിൽ തന്നെയായിരുന്നു ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ്. CSR എന്ന് തന്നെ ഞങ്ങൾ പറയും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ തന്നെ ഞങ്ങൾ അതിൻ്റെ മുമ്പ് നിയമം വരുന്ന 10 വർഷം മുമ്പേ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരു വലിയ എമൗണ്ട് വരുന്നുണ്ട്. ഇത് ഇവിടെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ആദ്യം ഞങ്ങൾ രോഗികൾക്ക് മരുന്ന് കൊടുക്കാൻ തുടങ്ങി. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ 22,000 വീടുകൾക്ക് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റി. ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കാൻ ഞങ്ങളായിട്ട് കാരണം ഉണ്ടാക്കാൻ പറ്റി. ഇത് കൂടാതെ ഒരു വർഷത്തിൽ 10-25,000 പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഹയർ സ്റ്റഡിക്ക് കേരളത്തിൻ്റെ പുറത്താണ്. കേരളത്തിൽ സ്റ്റഡിക്ക് സ്കോളർഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നില്ല. എൻ്റെ ആവശ്യമില്ല. ഫ്രീ എഡ്യൂക്കേഷൻ. അപ്പം തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഞങ്ങൾ വളരാൻ ഏറ്റവും പെൺകുട്ടികളെ സ്കോളർഷിപ്പ് കൊടുത്തു. കാരണം +2 കഴിഞ്ഞിട്ട് +1 +2 കഴിഞ്ഞിട്ട് കുട്ടികൾ പഠിപ്പ് നിർത്തി കല്യാണം കഴിച്ച് പോകണം. അവർ കുറച്ചും കൂടി പഠിച്ച് ജോലി കിട്ടിയ ഫാമിലി നിന്നാവുന്നവർക്ക് സ്കോളർഷിപ്പ്, അത് ഗവൺമെൻറ് ത്രൂ
ഗവൺമെൻറ് കർണാടകയും തമിഴ്നാടും ആന്ധ്രയൊക്കെ ആകാനാണ്. കേരളത്തിൽ ഞങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കാതെ, കേരളത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഫണ്ട് മെഡിക്കൽ ഫീൽഡ് വേണം. ഓക്കെ. അവിടെയൊക്കെ ചില മെഡിക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് മരുന്ന് ഫ്രീ കിട്ടുന്നുണ്ട്. ഇവിടെ ആൾക്കാർക്ക് മരുന്ന് ഫ്രീ കിട്ടുന്നത് കുറവ്. അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ ഹെൽപ്പ് പോയി. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തല്ലോ ഇവിടെ. കൂടുതൽ ഫോക്കസ് ചെയ്തു. എത്ര വർഷമായി ഇപ്പോൾ ടോട്ടൽ? ഇപ്പോൾ എത്ര വർഷമായി? ഞങ്ങൾ 30 വർഷത്തിൽ. ഈ 30 വർഷത്തിൽ എത്ര ഫണ്ട് ഇത് പോയിന്റ് ആയിരിക്കും CSR ടോട്ടൽ വോളിയം? അതൊരു വലിയ കോഴ്സ് ഉണ്ട്. ഈ കഴിഞ്ഞ വർഷം ഓരോ വർഷമൊക്കെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു 100 കോടിക്ക് ഇപ്പം റണ്ണിങ് ഇയറിലൊക്കെ 100 കോടി ഉൾപ്പെടും വരും. തൗസൻഡ്സ് ഓഫ് ക്രോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ. അതെ, അത് അല്ല ഞങ്ങളുടെ ആ നേരത്തെ ഇത്രയധികം ഈ ഇയറിലൊക്കെയാണ് ഞങ്ങൾ 2000 കോടി പ്രോഫിറ്റ് വരികയാണെങ്കിൽ മൊത്തം ഞങ്ങൾ കമ്പനികളെല്ലാം കൂടി. ഇപ്പം എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ 23? ഞങ്ങളെ എല്ലാ കമ്പനികളും 2000 അടുത്ത് 1700 800 ഒക്കെ വന്നത്. ഈ ഇയർ 2000 ഒക്കെ വരും. എല്ലാ കമ്പനി കൺസോൾട്ടേറ്റ് ചെയ്ത് വന്നത്. മനസ്സിലായി. നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് സീരിയസ് ആയിട്ട് എൻ്റർ ചെയ്യുന്നുണ്ടോ? സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കേരളത്തിൽ കുറച്ചു. കാരണം ഒരുപാട് റൂൾ ആൻഡ് റെഗുലേഷൻസ് സാധ്യതകൾ കുറഞ്ഞു. റയർ വന്നതിന് ശേഷം ഇറ വന്നുകൊണ്ട് മാത്രമല്ല, ഈ നമ്മുടെ മലയാളീസിൽ കേരളക്കാരെ വരുമാനം എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രി എന്നുള്ള അത് കുറഞ്ഞു. റെമിറ്റൻസാണ്. റെമിറ്റൻസ് നന്നായിട്ട് കുറയാൻ തുടങ്ങി. അവരവിടെ തന്നെ വീടും അപ്പാർട്ട്മെൻറ്റൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. ഇവിടെ തന്നെയുള്ള ആൾക്കാർ ഇപ്പോൾ അവിടെ പോയിട്ടതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് കാരണം മിക്ക ജ്വല്ലേഴ്സ് ഇപ്പോൾ അവർക്ക് പാരലായിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട്. ഇപ്പോൾ ജോയ് ആൽക്കാസ് ഉണ്ട്, കല്യാൺ ഉണ്ട്, വി ഗാർഡൻ ഉണ്ട്. ഞങ്ങൾ നേരത്തെ വി ഗാർഡൻ ജ്വല്ലറി ഇല്ല. ഇല്ല ജ്വല്ലറി ഇല്ല. നേരത്തെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഇത് തന്നെ മണ്ടാന എസ്റ്റേറ്റ് ഒരു വലിയ റെസിഡൻഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അത് അത്രത്തോളം ഫോക്കസ് ഇല്ല. ഞങ്ങളുടെ മെയിൻ ഫോക്കസ് മെയിൻ കോർ ഏരിയ ജ്വല്ലറിയാണ്. ഏത് ബിസിനസ് ചെയ്താലും അതിൽ നിന്ന് വരുന്ന 5% പ്രോഫിറ്റ് ഞങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകും. ചാരിറ്റബിൾ ട്രസ്റ്റ് ത്രൂ അർഹതപ്പെട്ടവർക്ക് ഗ്രാൻഡ്മ ഹോം ഞങ്ങൾ അടുത്ത് ബാംഗ്ലൂർ തുടങ്ങി, ഹൈദരാബാദിൽ വരുന്നു, ചെന്നൈയിൽ വരുന്നു, ഗുരുവായൂർ വരെ ഞങ്ങൾ ഗ്രാൻഡ്മ ഹോം കോഴിക്കോടൊക്കെ തന്നെ. അതായത് വളരെ പ്രായമുള്ള ഒഴിവാക്കപ്പെട്ട സ്ത്രീകൾ ഒരുപാടുണ്ട്. അവരെ താമസിപ്പിച്ചിട്ട് ഞങ്ങൾ തണൽ എന്നവരായിട്ട് സഹകരിച്ചുകൊണ്ട് തണലായിട്ട് വടകരയൊക്കെ ഞങ്ങൾ കുറേ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ട്രക്ചറും അവർക്കുള്ള ഭക്ഷണവും ട്രീറ്റ്മെൻറ്റും നഴ്സിങ്ങും എല്ലാം അവർ മരണം വരെ അവിടെ ജീവിക്കാനുള്ളത്. അവരെ മക്കളും കുടുംബക്കാരും അവരായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അവർ കൊണ്ടുപോകും, ചിലപ്പോൾ അല്ലെങ്കിൽ അവിടെ വന്ന് കാണും. പല രീതിയിലും അതൊരു പ്രായമാക്കി ഒഴിവാക്കപ്പെട്ട അമ്മൂമ്മമാർ ഗ്രാൻഡ്മ ഹോം എന്ന പേരിൽ ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ബാംഗ്ലൂർ വലിയ നല്ല രീതിയിൽ അതിനെ ബാംഗ്ലൂർ ഞങ്ങളുടെ അസിം പ്രേംജിയും കൂടി സഹകരിച്ചാണ് ചെയ്തത്. അസിം പ്രേംജി വളരെയധികം മുമ്പിലേക്ക് പോയിട്ടുള്ള ആണല്ലോ. അതായത് ഞങ്ങൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്തു. വാടക കൊടുത്തപ്പോൾ അസിം പ്രേംജി ഞങ്ങളുടെ കൂടി സഹകരിച്ചു. അത് വലിയൊരു പല സ്ഥലത്തും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരായിട്ട് സഹകരിക്കുന്നത്. പിന്നെ അതുപോലെ ഹംഗർ ഫ്രീ വേൾഡ്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കിടന്നുറങ്ങുന്ന ആൾക്കാർ വേൾഡിൽ മൊത്തം 38 കോടിയുണ്ട്. വേൾഡ് ജനസംഖ്യയുടെ 38 കോടി ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ പ്രയാസമുണ്ട്. UN കണക്ക്. ഇതിൽ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഡൽഹി, കൽക്കത്ത, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ എല്ലാ നഗരങ്ങളിലും ഞങ്ങൾ ഹംഗ്രി ഫ്രീ വേൾഡ് മറ്റ് ഞങ്ങളുടെ കിച്ചണിന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഡെയിലി പോകുന്നുണ്ട്. 10-28 ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ടാർഗറ്റ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CSRൽ കാര്യമായിട്ട് ഫോക്കസ് ഉണ്ട്. കാര്യമായ ഫോക്കസ് ഉണ്ട്. അത് നമ്മുടെ ധർമ്മമാണ്. അത് കൂടാതെ ഞങ്ങളെല്ലാ എംപ്ലോയീസും ഇതിൽ പങ്കാളികളായിരിക്കണം. ആയിരിക്കണം. അവർ വർക്ക് ചെയ്യണം, നോക്കണം, അവരെ കൊണ്ട് കയ്യിൽ നിന്ന് കൊടുക്കണം. ഗിഫ്റ്റൊക്കെ അവർ ഇതിലേക്കാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഓഫീസിനുള്ള വർക്കിംഗ് കൾച്ചറിനെ പറ്റി ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊന്ന് അധികം സമയം 5:30 ആകുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആവാം. അത്ര വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് ഞാൻ കേട്ടു. അതുമാത്രമല്ല, ഈ CSRൽ എല്ലാവരും വർഷത്തിൽ 2 ദിവസം വർക്ക് ചെയ്യണം. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എല്ലാവർക്കുള്ള ഫുഡിൻ്റെ ഒരു ദിവസം പൈസ ഞാൻ കൊടുക്കും. അങ്ങനെ പലരും ബർത്ത്ഡേയും ഗിഫ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇൻറ്റേർണൽ ആൾക്കാർ തന്നെ കുറേ ചെയ്യുന്നുണ്ട്. അതുപോലെ കസ്റ്റമേഴ്സ് സഹകരിക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ എംപ്ലോയീസും റെസ്പോൺസിബിൾ കസ്റ്റമർ മാത്രമല്ല റെസ്പോൺസിബിൾ എംപ്ലോയീസ് എല്ലാവരും ഇതിൽ തൽപരരായിരിക്കണം. എംപ്ലോയീസ് എല്ലാ ഫുൾ അക്കൗണ്ട്സ് ഒക്കെ അറിയണം. ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ വേറെ പോയി വർക്ക് ചെയ്യുന്ന അവർ സ്വന്തം ബിസിനസ് തുടങ്ങണം. അത്രയും അവരെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും. എൻ്റർപ്രണറായിട്ടാണ് അവർ പോകുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്താണെന്നും അതിന് ഇൻട്രസ്റ്റ് എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പോകുന്നത്. കണ്ടമാനം പുതിയ മോഡൽസ് സൃഷ്ടിച്ചിട്ടുള്ള മിസ്റ്റർ MP അഹമ്മദ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.